Su-35 വിമാനങ്ങൾ ഇറാൻ എത്രയും പെട്ടെന്ന് അവരുടെ സേനയിൽ ചേർക്കാൻ പോകുന്നു എന്നുള്ള വിവരം 6 മാസങ്ങൾക്ക് മുൻപേ വന്നിരുന്നു. പ്രധാനമായും ഏപ്രിൽ മാസത്തിൽ ഇറാനും ഇസ്രായേലിനും ഇടയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ പുറത്തുവന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അടുത്ത ആഴ്ചകൾക്കുള്ളിൽ Su-35 റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് വരും എന്നതായിരുന്നു. എത്രയും പെട്ടെന്ന് ഇറാന്റെ വ്യോമസേന ശക്തിയാർജിച്ച ഒരു സേനയായി മാറും. റഷ്യയുടെ ഫൈറ്റർ ജെറ്റ്സ് മിഡിൽ ഈസ്റ്റിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കും. വരാൻ പോകുന്ന കാലങ്ങളിൽ ഇറാൻ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷനിലും ഈ വിമാനങ്ങൾ ഒരു പുതിയ പാത സൃഷ്ടിക്കുമെന്നൊക്കെ ഈ വിമാന വരവിനെ കുറിച്ച് ഒരുപാട് അനുമാനവും പല രീതിയിലുള്ള അഭിപ്രായവും പുറത്തുവരാൻ തുടങ്ങി. എന്നാൽ ഇന്നുവരെയും റഷ്യയുടെ പക്കൽ നിന്ന് Su-35 വിമാനങ്ങൾ ഇറാനിലേക്ക് വന്നിട്ടില്ല. എന്നാൽ അടുത്തിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം റഷ്യയ്ക്കും ഇറാനും ഇടയിൽ നടന്നു. ഈ IL-76 വന്നുപോയല്ലോ, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ അതുപോലുള്ള വിമാനം മറ്റെന്തെങ്കിലും വന്നോ എന്ന് ചോദിച്ചാൽ ഇത്തവണ വന്നത് IL-76 അല്ല, അതിലും മികച്ചത് റഷ്യയുടെ മിലിറ്ററിയിൽ ഉള്ളതിൽ വെച്ച് വളരെ വലിയ ഒരു കാർഗോ പ്ലെയിൻ. ഈ വിമാനം പല രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇറക്കുന്നതിനും വളരെ പ്രസിദ്ധമായ ഒരു വിമാനമാണ്. അങ്ങനെ ഒരു വിമാനം കഴിഞ്ഞ 3 ദിവസത്തിൽ 2ൽ കൂടുതൽ തവണ റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് വന്നുപോയി. അപ്പോൾ റഷ്യയിൽ നിന്ന് Su-35 വിമാനങ്ങൾ ഇറാനിലേക്ക് വന്നു കാണുമോ എന്ന കൂടുതൽ സംശയവും ഇവിടെ ഉണ്ടാക്കി. ഇതിനെ സ്ഥിരീകരിക്കാൻ ആവശ്യമായ ചില തെളിവുകളും ഇറാനിൽ നിന്നും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇറാന്റെ പ്രതികാരാക്രമണം എന്നത് ഒരു പുലി വരുന്ന കഥ പോലെ മാറിയിരിക്കുകയാണ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. AN-124-100 ഇത് റഷ്യയിൽ ഉള്ളതിൽ വെച്ച് കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വിമാനം. ഒരു യുദ്ധ സാഹചര്യമായാലോ അല്ലെങ്കിൽ സൗഹൃദ നാടുകൾക്ക് കൂടുതൽ കാർഗോ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിൻ ആയിരുന്നു ഏരിയൽ റൂട്ടിന് വേണ്ടി ഇവർ ഉപയോഗിച്ചിരുന്നത്. ഇതിന് താഴെ വരുന്നതാണ് IL-76, IL ഈ എല്ലാ വേരിയന്റും ഇതിന് ശേഷം വരുന്നതാണ്. കാരണം ഇവയെ കൊണ്ട് കൂടുതലായി 20 ടൺ വരെ മാത്രമേ എടുത്തുകൊണ്ടുപോകാൻ സാധിക്കൂ. എന്നാൽ ഈ വിമാനത്തെ കൊണ്ട്, കാർഗോ പ്ലെയിനെ കൊണ്ട് ഇതിൽ നിന്ന് 3 മടങ്ങ് കൂടുതൽ 65 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള കാർഗോസ് കൊണ്ടുപോയി മറ്റ് നാടുകളിൽ ഇറക്കാൻ സാധിക്കും. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൂടാതെ പ്രധാനപ്പെട്ട ആഫ്രിക്കൻ നാടുകൾക്ക് ആവശ്യമായ സഹായം, ഇവയ്ക്കെല്ലാം ഈ AN-124 വിമാനമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ വിമാനം ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആദ്യമായി ഇറാനിൽ വന്നിറങ്ങി. ഇത് വന്ന ഉടനെ എല്ലാവരും ചിന്തിച്ചത് വീണ്ടും റഷ്യയുടെ പക്കൽ നിന്ന് എന്തോ സഹായങ്ങൾ ഇറാനിലേക്ക് വന്നു എന്ന്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. കാരണം റഷ്യയിൽ നിന്ന് ഈ വിമാനം വരുന്നു എന്നുണ്ടെങ്കിൽ അത് വെറുതെ വരില്ല. അത് അവിടെ നിന്നും വരുമ്പോൾ പ്രധാനപ്പെട്ട ആയുധങ്ങൾ കൊണ്ടുവരികയും ഇറാന് നൽകുകയും, റഷ്യയ്ക്കും ഇപ്പോൾ ആയുധങ്ങൾ ആവശ്യമായതുകൊണ്ട് ഇറാനിൽ നിന്നും ചില ആയുധങ്ങൾ എടുത്തുകൊണ്ട് പോകുവാനുമുള്ള സാധ്യതയുണ്ടെന്ന് എല്ലാവരും ചിന്തിച്ചു. പെട്ടെന്ന് വീണ്ടും ഓഗസ്റ്റ് 17-ാം തീയതി അതേ വിമാനം അതേ ഇഫ്ഷാൻ പ്രവിശ്യയിൽ ഇറങ്ങി ഒരു 3 മണിക്കൂറോളം അവിടെ ചിലവഴിക്കുന്നു. യാതൊരു ബന്ധവുമില്ലാതെ ഈ ഒരു വിമാനം 2 ദിവസത്തെ ഗ്യാപ്പ് വിട്ട് വന്നു പോയല്ലോ. ഇതിനു മുൻപ് എപ്പോഴാണ് ഈ വിമാനം വന്നത്? ഇതിന്റെ കൂടെ Su-35 കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരയുമ്പോഴാണ് പല സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത്. ഈ വിമാനം അവസാനമായി ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് ഇറാനിലേക്ക് വന്നത് 2023 സെപ്റ്റംബർ 2-ാം തീയതിയായിരുന്നു. ഇറാനിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഇസ്രായേലിന്റെ മധ്യകിഴക്കിലെ മീഡിയാസ് എല്ലാം ഒരു കാര്യം പറഞ്ഞു. റഷ്യയുടെ ഫൈറ്റർ ജെറ്റ്സ് ഇപ്പോൾ ഇറാന്റെ എയർബേസിൽ നിൽക്കുന്നു എന്ന് വളരെ വ്യത്യസ്തമായ ഹെഡ്ലൈൻസോടുകൂടി ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു. അതിനെക്കുറിച്ച് തിരയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. Yak-130 ട്രെയിനിങ് എയർക്രാഫ്റ്റ്, കൂടാതെ ചില സമയത്ത് ചില മിഷൻസിന് വേണ്ടി ഉപയോഗിക്കും, ചില ചാരപ്രവർത്തികൾക്കും ചില ആക്രമണത്തിന് വേണ്ടി ഈ ഒരു എയർക്രാഫ്റ്റിനെ ഉപയോഗിക്കും. ഇത് സബ്സോണിക് വേഗത്തിൽ പോകുന്ന ഒരു ട്രെയിനർ എയർക്രാഫ്റ്റ് ആണ്. പെട്ടെന്ന് ഒരു ഫൈറ്റർ ജെറ്റ്സിനെ ഏതൊരു പൈലറ്റിനും ഓടിക്കാനായി കൊടുക്കില്ല, അതിനുള്ള അനുവാദം നൽകില്ല. അതിനു മുൻപ് ഈ ട്രെയിനർ എയർക്രാഫ്റ്റിൽ പല പരിശീലനങ്ങൾ നടത്തുകയും ആ പരിശീലനം എല്ലാം അവർ പൂർത്തിയാക്കി അവർ എത്ര സമയം പറന്നിട്ടുണ്ട്, ഇതിനിടയിൽ അവരെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ആ പരിശീലന സമയത്ത് അവർക്ക് നൽകിയ ജോലികൾ അവർ എത്രമാത്രം കൃത്യമായി ചെയ്തു, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും, ആ ക്വാളിഫിക്കേഷൻ ഉപയോഗിച്ചാണ് ഇവരെ ഫൈറ്റർ ജെറ്റിലേക്ക് അയക്കുന്നത്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റ് 1 ഡസനിൽ കൂടുതൽ ഇറാനിൽ വന്നിറങ്ങി. ശരി, ഈ ട്രെയിനിങ് ജെറ്റ് അല്ലേ വന്നത്, അതിലെന്തോ വലിയ മാറ്റം വരാനാണ്? ഒരു പക്ഷെ ഇറാൻ അവരുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെയുള്ള വിമാനങ്ങൾ വാങ്ങിയിട്ടുണ്ടാകാമല്ലോ. ഇതിനെ നൽകിയാൽ പെട്ടെന്ന് തന്നെ റഷ്യയിൽ നിന്ന് മറ്റു വിമാനങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ ആ സ്ഥലത്താണ് ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചത്. പൊതുവെ ഇങ്ങനെയുള്ള ട്രെയിനർ എയർക്രാഫ്റ്റ്സ് ഉപയോഗിക്കുന്ന നാടുകളെല്ലാം ഇതിനെ ഉപയോഗിക്കുന്നത് പാശ്ചാത്യ നാടുകൾ ഒഴികെ
ഇപ്പോൾ റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന SU-30, SU-35 ഇങ്ങനെയുള്ള വിമാനങ്ങളെ ഉപയോഗിക്കാൻ ആവശ്യമായ പരിശീലനമാണ് ഈ YAK-130 നൽകുന്നത്. അപ്പോൾ ഈ നടന്ന സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ പോയ വർഷം തന്നെ ട്രെയിനിങ്ങിന് ആവശ്യമായ എല്ലാ വിമാനങ്ങളും ഇറാനിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് ഈ AN-24 ഇറാനിലേക്ക് വന്നിട്ടില്ല. ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ഈ വിമാനങ്ങൾ വീണ്ടും ഇറാനിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രെയിനിങ് എയർക്രാഫ്റ്റ്സ് നൽകാൻ പോകുന്നില്ല. കാരണം ഇറാൻ ആവശ്യമായ ട്രെയിനിങ് എയർക്രാഫ്റ്റ്സ് എല്ലാം ആ കഴിഞ്ഞ ഡെലിവറിയിൽ തന്നെ അവർ അവസാനിപ്പിച്ചിരുന്നു. അതുപയോഗിച്ച് ഇറാൻ അവരുടെ ഫൈറ്റർ പൈലറ്റ്സിന് ട്രെയിനിങ് കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ടാകാം. അത് വാങ്ങാനുള്ള പ്രധാന കാരണം തന്നെ SU-35 ട്രെയിനിങ് കൊടുക്കാനാണെന്നും ഇറാൻ ഒരു കാര്യം പറഞ്ഞു. ഈ വിമാനങ്ങളെ ഓടിച്ച് അവർ പരിശീലിക്കുകയാണെങ്കിൽ, അത് ഉപയോഗിച്ച് ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും 4th ജനറേഷൻ അല്ലെങ്കിൽ 4+4.5 ജനറേഷനുള്ള ഏതൊരു ഫൈറ്റർ ജെറ്റിനെയും ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവെന്നത് ആ പൈലറ്റ്സിന് ലഭിക്കും. അപ്പോൾ അതുവഴി ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു വിമാനം വന്നു പോകുന്നു. അത് ഒരു തവണ വന്നാൽ യാതൊരു സംശയവും വന്നിട്ടുണ്ടാകില്ല. ഓഗസ്റ്റ് 15 രാവിലെ 7 മണിക്ക് ഈ ഒരു വിമാനം ഇവ്ഷാൻ പ്രവിശ്യയിൽ തറയിറങ്ങി. അതേ സ്ഥലത്താണ് ഈ YAK-130 ട്രെയിനിങ് എയർക്രാഫ്റ്റ്സും സ്റ്റേഷൻ ചെയ്തിരിക്കുന്നത്. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം 17 ഇതേ രീതിയിലുള്ള വിമാനങ്ങൾ വീണ്ടും അവിടെ വന്നിറങ്ങുന്നു. അപ്പോൾ തീർച്ചയായും ഒരു കാര്യം വ്യക്തമാണ്, ട്രെയിനിങ് എയർക്രാഫ്റ്റ്സ് അവിടെ വന്നിട്ടില്ല. അപ്പോൾ മിസൈൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാകുമോ, ഡ്രോൺ എന്തെങ്കിലും വന്നിട്ടുണ്ടാകുമോ എന്നുള്ള രീതിയിൽ തിരയുന്നു. 90% അത് സംബന്ധിക്കുന്ന ഡെലിവറിയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ടു പോകാനുള്ള സാധ്യതയോ ഇവിടെ ഇല്ല. കാരണം ഈ പ്ലെയിൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കൂടുതൽ ഹെവി എക്യുപ്മെന്റ്സ്, ഫൈറ്റർ ജെറ്റ്സ്, ഹൈ ആൻഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഇവയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ മോഡിഫിക്കേഷൻസ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ പക്കൽ നിന്ന് ഏതോ ഒരു സഹായം ഇറാന് കൂടുതലായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ സഹായങ്ങളിൽ ഒരുപക്ഷെ SU-35 വന്നിട്ടുണ്ടാകാം. ഇറാൻ അത് പുറത്ത് പറയാതെ രഹസ്യമായി വച്ചിരിക്കുകയാണ് എന്നും ഇസ്രായേലിലെ ഒരുപാട് വാർ ബ്ലോഗേഴ്സ് ഈ ഒരു ഡെലിവറിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ SU-35 ഇറാന് വന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ റീജിയണിൽ ഇറാന്റെ ഒരു ഫയർ പവർ അല്ലെങ്കിൽ അവരുടെ ലോങ് റേഞ്ച് മിഷൻ ക്യാപ്പബിലിറ്റീസിനെ ഈ SU-35 വിമാനങ്ങൾ തീർച്ചയായും പൂർത്തീകരിക്കും. ശരി, ഇപ്പോൾ ഇറാനിലേക്ക് ഈ വിമാനങ്ങൾ വന്നില്ല, ഇതൊക്കെ മാറ്റിവെക്കാം. കാരണം ഈ ഡെലിവറിയിൽ SU-35 വന്നാലും അത് ഇറാൻ പുറത്ത് പറയാനോ അല്ലെങ്കിൽ ഔദ്യോഗികമായി അവരുടെ ഫൈറ്റർ പൈലറ്റ്സിന് ട്രെയിനിങ് കൊടുക്കാനും ഒരുപാട് ദിവസം എടുക്കും. എന്നാൽ ഇതിനിടയ്ക്ക് ഈ റിട്ടാലിയേഷൻ സ്ട്രൈക്ക് എന്ന ഒരു കാര്യം പോയിക്കൊണ്ടിരുന്നല്ലോ, അതിനിപ്പോ എന്ത് സംഭവിച്ചു? അതിനെക്കുറിച്ച് അടുത്തിടെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ലല്ലോ. അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ല എന്ന് ചോദിച്ചാൽ, ഇറാനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പറയുന്നുണ്ട് ഞങ്ങളത് ചെയ്യും എന്ന് പറയുന്നു എന്നതല്ലാതെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ വരുന്നില്ല. പറഞ്ഞു വന്നാൽ ഒരു റിട്ടാലിയേഷൻ ആക്രമണം ഈ സമയത്തിനുള്ളിൽ തന്നെ അവർ ചെയ്തിരിക്കേണ്ടതാണ്. ഇത് ഇറാന് മാത്രമല്ല, 2 രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നം വരുന്നു. ഒരു രാജ്യത്ത് കയറി മറ്റൊരു രാജ്യം ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസമൊന്നും അവർ കാത്തിരിക്കില്ല. 2-3 ദിവസം, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ റിട്ടാലിയേഷൻ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പ്രതികാര ആക്രമണം നടന്ന് അവസാനിച്ചിരിക്കും. പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഇറാൻ മറ്റെന്തോ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു സീസ് ഫയറിന് വേണ്ടി ഈ ഒരു പ്രശ്നത്തെ നീട്ടിക്കൊണ്ടു പോവുകയാണോ എന്ന രീതിയിലും ഇത് മാറിയിട്ടുണ്ടെന്ന് പറയാം. എന്നാൽ ഇവിടെ നമുക്ക് ഉറപ്പിച്ചൊരു കാര്യം പറയാൻ സാധിക്കും, നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു തീർച്ചയായും അത്രയും പെട്ടെന്ന് ഒരു സീസ് ഫയറിന് സമ്മതിക്കില്ല. കാരണം ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസയെ അവർ മുഴുവനായും നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഗാസയെ മുഴുവനായും മുൻപുള്ളതിൽ നിന്ന് മോശമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതല്ലാതെ മറ്റൊരു സാഹചര്യം ഇസ്രായേലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് ഒരിക്കലും കിട്ടില്ല. ഇതിനെ ഒരു കാരണമായി കാണിച്ചാണ് ആശുപത്രി, സ്കൂൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും അവർ ആക്രമണം നടത്തുന്നത്. ഹമാസിന്റെ ആളുകൾ അവിടെ ഉണ്ട് എന്ന ഒരു കാരണം കാണിച്ചുകൊണ്ടുള്ള ആക്രമണം. ഒരുപാട് സ്ഥലങ്ങളിൽ ഹമാസ് ഉള്ള സ്ഥലങ്ങളെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും അവർ ആക്രമിക്കുന്ന പല സ്ഥലങ്ങളും UN അറിയിക്കപ്പെട്ട സേഫ് സോൺ അല്ലെങ്കിൽ ഷെൽട്ടർ സോൺ, ഇതിന് നേരെയാണ് ആക്രമണം നടത്തുന്നത്. അതിൽ മരിക്കുന്ന ഒരുപാട് പേര് സ്ത്രീകളും കുഞ്ഞുങ്ങൾ, പുരുഷന്മാർ, അങ്ങനെ ഇവയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്. അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഇത്രയും പെട്ടെന്ന് ഒരു സീസ് ഫയറിന് തയ്യാറാകില്ല. എന്നാൽ ഈ ഒരു സീസ് ഫയറിന് വേണ്ടി ഇറാൻ ഒരു സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് കാണുമ്പോൾ ഇറാനോടുള്ള ഒരു വിശ്വസ്തത ലോകം മുഴുവനും കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ സമയത്ത് ഇറാന് ഒരു ഡയറക്റ്റ് റെസ്പോൺസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും ഹിസ്ബുള്ളയുടെ റെസ്പോൺസ് ഇവിടെ ഉണ്ടായെങ്കിൽ തീർച്ചയായും അത് ഇസ്രായേലിന് വലിയൊരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോഴും ഹിസ്ബുള്ള കാരണം വടക്കൻ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമൊന്നും നടത്താൻ സാധിച്ചിട്ടില്ല. ഡ്രോൺ ആക്രമണം, മിസൈൽ ആക്രമണം ഇതെല്ലാം നടക്കുന്നുണ്ട്. അടുത്തിടെ പോലും ഇസ്രായേലിലെ സൈനിക താവളങ്ങൾ, കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇതിനെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ആക്രമണങ്ങൾ ഒന്നും തന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെയോ അവരെയോ പിന്നോട്ട് കൊണ്ടുപോകില്ല. ഒരു ഭാഗത്ത് അവർ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ തിരികെ ആക്രമിച്ചു കൊണ്ടിരിക്കും. ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ചെയ്യുന്ന ഓരോ ആക്രമണത്തിനും
പ്രതിഫലം എന്ന വണ്ണം ഹിസ്ബുള്ള വടക്കൻ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയാലും അത് ഇസ്രായേലിനെ മുഴുവനായും തടഞ്ഞു നിർത്തുന്നത്ര പവർഫുൾ ഒന്നുമല്ല. അപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ഒരു സീസ് ഫയർ ഡീലിന് വേണ്ടി ഇവിടെ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഇതൊരു ശരിയായ സമയമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം. പക്ഷെ IRGC സംബന്ധിച്ച് അവർ ഇപ്പോഴും ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ റിട്ടാലിയേഷൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടാകുമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഒരുപക്ഷെ ഇറാൻ ഈ സ്ഥലത്ത് കൂടുതൽ ആയുധങ്ങൾ ചേർത്ത് ഒരു വലിയ റെസ്പോൺസ് ഇസ്രായേലിന് നൽകാനായി കാത്തിരിക്കുന്നുണ്ടാകാം. എന്നാൽ ഇസ്രായേൽ ഇവയ്ക്കെല്ലാം മുൻപേ തയ്യാറാകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നലെ പോലും ഇസ്രായേലിന്റെ F-35 F-16 ഇവയെല്ലാം ഏരിയൽ റീഫ്യൂവലിംഗ് എക്സസൈസിൽ കൂടുതൽ ഏർപ്പെടുന്ന വാർത്തകൾ വന്നിരുന്നു. അത് നമ്മളും പല സ്ഥലങ്ങളിലും കണ്ടു. കാരണം ഹൂത്തികളുടെ പോർട്ട് 2000 കിലോമീറ്റർ അപ്പുറമാണ്. അതിനെ പോലും ഇവരെ കൊണ്ട് ആക്രമിക്കാൻ കഴിഞ്ഞു. അതിൽ നിന്നും വെറും 500 കിലോമീറ്റർ മാത്രം കുറവ്. ഈ ഇറാന്റെ ബോർഡറിനും ഇസ്രായേലിന്റെ ബോർഡറിനും 1500 മുതൽ 1600 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേൽ ഈ സ്ഥലത്ത് ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇറാന്റെ പദ്ധതികൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന്റെ പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഹിസ്ബുള്ളയിൽ ഉണ്ടാകും. ഇപ്പോൾ ലബനന്റെ സതേൺ ഭാഗം ഹിസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾസ് ആയിരുന്ന സ്ഥലത്തെല്ലാം ഇസ്രായേൽ അവരുടെ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഹിസ്ബുള്ളയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ ഒഫൻസീവ് എന്നത് ഗാസയിൽ വളരെ തീവ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആരെക്കൊണ്ടും തടയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ ഈ ഒരു സമയം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് US ഒരു സമ്മർദ്ദം ചെലുത്തി ഗാസയിൽ ഇസ്രായേൽ ചെയ്യുന്ന ഒഫൻസീവ് എല്ലാം അവസാനിപ്പിക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഒരു റിട്ടാലിയേഷന് പകരം സീസ് ഫയർ ഡീൽ കൊണ്ടുവന്നാലും അത് ഇറാനുള്ള ഒരു വിജയം തന്നെയായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.